ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദം പട്നയിലെ രാജ്ഭവനിലെത്തി രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. പുതിയ സർക്കാർ വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ 3 മണിയോടെ ബീഹാറിലെത്തും. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ബീഹാർ ഗവർണറെ നേരിട്ട് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിക്കത്ത് കൈമാറുന്ന ചിത്രങ്ങളാണ്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം രാജിക്കത്ത് കൈമാറുകയാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് നിതീഷ് കുമാർ. BJPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തുടനീളം നടന്നുകൊണ്ട് കോൺഗ്രസിനോട് എതിർപ്പുള്ള കക്ഷികളെ എല്ലാം തന്നെ അന്വയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്ന ഒരു നേതാവാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറാണ് ഇപ്പോൾ വീണ്ടും BJPയുടെ പാളയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. BJPയെ തൻ്റെ സർക്കാരിൽ അംഗമാക്കുന്നത് അപ്രതീക്ഷിതമായ പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്ന, ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് BJP പാളയത്തിലേക്ക് പോകുമ്പോൾ എന്തിന് പോയി എന്നുള്ള, എങ്ങനെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും വളരെ പ്രസക്തമായ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി നിതീഷ് കുമാറിൽ നിന്ന് തന്നെ പുറത്തു വരേണ്ടത്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് സത്യപ്രതിജ്ഞ പട്നയിലെ രാജ്ഭവനിൽ ഉണ്ടാവുക. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ CL മനോജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ CL മനോജ്, നിതീഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് രാജ്യത്തിന്, ബീഹാർ രാഷ്ട്രീയത്തിൽ അതൊരു പുതുമയല്ല. മുൻപ്, അതായത് 2022 അദ്ദേഹം ഇതേ രീതിയിൽ തന്നെയാണ് മഹാഗഡ്ബന്ധൻ സർക്കാരിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. അപ്പോൾ നിതീഷ് കുമാർ ഈ രാഷ്ട്രീയ നീക്കം നടത്തുന്നതിലൂടെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നത്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാക്കുന്നത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? ബീഹാറിൽ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിയുടെ ഒരു സ്റ്റേക്ക് ചോദ്യം ചെയ്യപ്പെടുമോ ഇതുകൊണ്ട്? നിതീഷ് കുമാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ BJP മുന്നണിയിലോട്ടുള്ള മടങ്ങിൽ പോക്കല് ഇന്ന് ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പൊളിറ്റിക്കൽ മൂഡ് ഇങ്ങനെ ഒരു നീക്കത്തിന് ആയിരിക്കും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ബീഹാറിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നീക്കത്തിലൂടെ അദ്ദേഹത്തിനും BJPക്കും RJD കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിനേക്കാൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കുറച്ചുകൂടി സ്റ്റേബിളും സേഫും അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങോട്ട് മാറുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ്. നിതീഷ് കുമാർ ഈ അടുത്ത് വരെ ഇന്ത്യ അലയൻസിന്റെ ഒരു പ്രധാന മുഖമായിരുന്നു. കൺവീനർ സ്ഥാനത്തേക്ക് പോലും ചില ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആക്കി പോലും പ്രൊജക്റ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യ മുന്നണിയെ വിട്ട് വീണ്ടും BJP NDA അലയൻസിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ദേശീയ മുന്നണിക്ക് വളരെ വലിയ ഒരു സെറ്റ് ബാക്ക് ആണ്. CL മനോജ്, കോൺഗ്രസിന് നിശിതമായ രീതിയിലുള്ള വിമർശനമാണ് JDUവിന്റെ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഘടകകക്ഷികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒപ്പം നിർത്താൻ വേണ്ടി കോൺഗ്രസിന് താല്പര്യമില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല നമ്മളോട് പ്രതികരിച്ചത്, റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്, അത് BJPയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള നിതീഷ് കുമാറിൻ്റെയും പാർട്ടിയുടെയും ഒരു തന്ത്രം മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ വിളിക്കുന്നതിൽ, ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെല്ലാം തന്നെ കോൺഗ്രസ് ഒരു മെല്ലപ്പോക്ക് സമീപനം സ്വീകരിക്കുന്നു. അവർ അവരുടെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന വിമർശനം മറ്റ് സഖ്യകക്ഷികളും ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ ഒരു അപ്പർ ഹാൻഡിന് നിതീഷ് കുമാറിൻ്റെ ഈ മറുകണ്ഠം ചാടൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നിതീഷ് കുമാർ അല്ലെങ്കിൽ JDU വൃത്തങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ വിമർശിക്കുന്നത് അവരുടെ പുതിയ ഒരു പൊളിറ്റിക്കൽ റീപൊസിഷനിങ്ങിനെ ന്യായീകരിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് കണക്കാക്കേണ്ടത്. അദ്ദേഹം ഇന്ത്യ അലയൻസിൽ നിന്നുകൊണ്ടുള്ള ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടി ക്രെഡിബിളാണ്. ഇന്ന് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നടത്തുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അത് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അലയൻസിന്റെ പ്രവർത്തനത്തിന് അതിനല്ലാതെ എപ്പോഴും ഇംപ്രൂവ് ചെയ്യേണ്ട പല സ്കോപ്പുകളും ഉണ്ട്.
അത് കോൺഗ്രസ് പാർട്ടി മാത്രം വിചാരിച്ചാൽ കോൺഗ്രസ് പാർട്ടി അതിലൊരു പ്രധാന കക്ഷി എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ എല്ലാ അലയൻസ് പാർട്ട്നേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടി വരുമ്പോഴാണല്ലോ മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. അതിൽ പൊതുവെ പല ഭാഗത്തു നിന്നും ഈ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ്. ശ്രീ സി എൽ മനോജ്, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള ഇന്ത്യ മുന്നണി, ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഇന്ത്യ മുന്നണി ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. BJP ഇപ്പോൾ ഈ പുതിയ അധികാര സമവാക്യങ്ങളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. കണക്കുകൾ ഒരു വിധത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് ഏത് വിഭാഗത്തിനുണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ച്? അല്ല, താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അപ്പർ ഹാൻഡ് സംഭവിക്കുമെന്നാണ്. താങ്കൾക്ക് ഒരു പക്ഷെ അറിയാവുന്നതാണ്, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സേ ഉണ്ട്, എ വീക്ക് ഈസ് എ ലോങ് ടൈം ഇൻ പൊളിറ്റിക്സ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാഷ്ട്രീയത്തിൽ പല പല മാറ്റങ്ങളും വരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ താങ്കൾ എന്നോട് ചോദിക്കുന്നത് 2-3 മാസത്തിന് ശേഷം എന്ത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അല്ല, എന്റെ ചോദ്യം വളരെ കൃത്യമാണ് ശ്രീ സി എൽ മനോജ്. അതായത് ഇപ്പോഴുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതാണ് ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞത്. അല്ല, ഇപ്പൊ മുന്നണികൾ ഓരോ മുന്നണികളുടെയും എത്രത്തോളം രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യും, മുന്നണി ബന്ധങ്ങൾ ഏത് രീതിയിലാകും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുമല്ലോ. ഇനിയും തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരുന്ന് ഒരു പ്രഡിക്ഷൻ നടത്തുക എന്നുള്ളത് അത്ര അഭിഭാജ്യമായിട്ടുള്ള കാര്യമല്ല. താങ്കൾക്കും എനിക്കും തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് നോക്കി കുറച്ചുകൂടി പേഷ്യൻസ് ആയി ഇരിക്കേണ്ടി വരും. അല്ല, ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത്തരം ഒരു ഫോർകാസ്റ്റ് കണ്ടുകൊണ്ടാണോ നിതീഷ് കുമാർ ഈ ഘട്ടത്തിൽ ഈ വിധത്തിലുള്ളൊരു നീക്കം നടത്തിയത്? കാരണം എന്തുകൊണ്ടാണ് ഈ നീക്കം എന്നെ സംബന്ധിച്ച് നിതീഷ് കുമാറിൻ്റെയോ JDUവിൻ്റെയോ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത് BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് കരുതി തന്നെ നിതീഷ് കുമാർ തൻ്റെ ഭാവിയെ കരുതി നടത്തിയിട്ടുള്ള ഒരു നടപടിയായി ഇതിനെ കാണാൻ സാധിക്കുമോ? അല്ല, ഞാൻ ആദ്യത്തെ നമ്മൾ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, നിതീഷ് കുമാറിന്റെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അസസ്മെന്റിൽ ഇപ്പോൾ ബീഹാറിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹം വീണ്ടും NDAയിൽ വരുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ കുറച്ചുകൂടി നല്ലത് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും NDAയിലോട്ട് മടങ്ങിപ്പോയിട്ടുള്ളത്.